ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, എന്തെങ്കിലും വിഷയം ഉയർന്നാൽ ഉടനെ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന ചില പ്രതിപക്ഷ നേതാക്കളെ പോലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും SFI പിരിച്ചുവിടലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആധികാരികമായി ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, SFIയെ പിരിച്ചുവിടണമോ SFIയെ നിരോധിക്കണമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ. പക്ഷെ അത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് എന്നുള്ളതാണ്. ഏറെ ആഴ്ചകൾക്ക് മുമ്പാണ്, മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഒരു MP ഹൈബി ഈഡൻ, അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റിൽ പോയിട്ട് പറഞ്ഞു SFIയെ നിരോധിക്കണമെന്ന്. ഈ പ്രസ്താവനകൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൃത്യമായി മറുപടി നൽകിയതാണ്. ഇവരെക്കാളെല്ലാം തലമുതിർന്ന നേതാക്കൾ, കോൺഗ്രസിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നവർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ നടപ്പിലാക്കി നിരോധിക്കാനും തകർക്കാനും പിരിച്ചുവിടാനും ശ്രമിച്ച കാലത്ത് സാധ്യമല്ലാത്ത ഒരു സംഘടനയാണ് SFI. മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് എന്നുള്ള പേരിൽ മിസ തടവുകാരാക്കി SFIയുടെ നേതാക്കളെ ജയിലിൽ അടച്ച് ക്രൂരമായി പീഡിപ്പിച്ചിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച സംഘടനയെ ഇന്നും ഇല്ലാതാക്കി കളയണം, നിരോധിച്ച് കളയണം, പിരിച്ചുവിടണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. തൽക്കാലം അതിന് സൗകര്യപ്പെടില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നെഞ്ചേറ്റി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിനോട് ആദ്യം തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ റാഗിംഗ് വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ ഒരു നഴ്സിംഗ് കോളേജിലുണ്ടായ സംഭവം, അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഒരു കോളേജിലും ഒരു സ്കൂളിലും സംഭവിക്കാൻ പാടില്ല എന്നുള്ള സുചിന്തിതമായ നിലപാടാണ്, ശക്തമായ നിലപാടാണ് SFIക്കുള്ളത്. റാഗിങ്ങിനെതിരായി എല്ലാ കാലത്തും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്ന സംഘടനയുമാണ് SFI. എല്ലാ വർഷത്തെയും അധ്യയന വർഷാരംഭത്തിന്റെ ഘട്ടത്തിൽ തന്നെ സേ നോ ടു റാഗിംഗ് എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ റാഗിംഗ് വിരുദ്ധ കൂട്ടായ്മകളും ക്യാമ്പയിനുകളും ഏറ്റെടുക്കുന്ന സംഘടന കൂടിയാണ് SFI. മാത്രവുമല്ല, റാഗിംഗ് എന്ന ക്രൂരമായ കൃത്യത്തെ ചെറുത്തതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട പട്ടാമ്പി സംസ്കൃതം കോളേജിലെ സെയ്താലി എന്നൊരു വിദ്യാർത്ഥി നേതാവും കൂടെ ഭാഗമായിരുന്ന സംഘടനയായിരുന്നു SFI. കേരളത്തിൽ മുൻകാലങ്ങളിൽ അരങ്ങേറിയിരുന്ന ക്രൂരമായ റാഗിംഗ് അരാജകത്വ പ്രവണതകൾക്കെതിരായി പ്രതികരിച്ചുകൊണ്ടും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുമാണ് കേരളത്തിൽ ഇന്നീ കാണുന്ന നിലയിലേക്ക് വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ ചേക്കേറാനും കേരളത്തിലെ മഹാഭൂരിപക്ഷം കലാലയങ്ങളിൽ യൂണിയൻ നേതൃത്വം നൽകുന്ന സംഘടനയായി മാറാനും SFIക്ക് സാധിച്ചത്. റാഗിംഗ് എവിടെ നടന്നാലും അതിനെ ചെറുക്കപ്പെടണം എന്നുള്ള നിലപാടാണ് SFIക്കുള്ളത്. അതേ നിലപാട് തന്നെയാണ് ഇന്ന് കോട്ടയത്തും ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കോട്ടയത്തേക്ക് ഒരു മാർച്ച് SFI കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ നഴ്സിംഗ് കോളേജിലേക്ക് ഞങ്ങൾ സംഘടിപ്പിച്ചത്. മറ്റു വിദ്യാർത്ഥി സംഘടനകളും ഇന്ന് അങ്ങോട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചില വിദ്യാർത്ഥി സംഘടനകൾ കേവലമായി വാർത്തകൾ സൃഷ്ടിക്കുക, മാധ്യമങ്ങളിൽ വന്ന് ചർച്ചയിൽ SFI കോട്ടയത്തെ ആ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. അതൊക്കെ ശരി, അതിലൊന്നും ആർക്കും തർക്കമില്ല. അപ്പോൾ ഈ സംഭവത്തിൽ ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ, അയാൾ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. അതായത് ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുമ്പോൾ പിന്നെ ആ സംഘടനയ്ക്ക്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ആ നഴ്സിംഗ് സ്കൂളിൽ പ്രവർത്തിക്കാനുള്ള സാധുത എന്താണ്? അവർക്കെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?